ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതൊരു കൃഷിരീതിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. അവർ റിസർച്ച് ചെയ്ത കൃഷിരീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് മെയിൻ വിളയായിട്ടും ഇടവിളയായിട്ട് ഇതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ്, ഇതിന് അവർ പറയുന്ന ചെടികൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ട് നടുകയുള്ളൂ. റബ്ബർ കർഷകർക്ക് റബ്ബർ കൃഷി കൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഗുണമില്ല, വിലയിടിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രാക്ടിക്കലി അത് നന്നാവാനുള്ള സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഇപ്പൊ റബ്ബർ കൃഷി ഉദ്ദേശിച്ചത് തെക്കൻ ജില്ലകളാണല്ലോ, കോട്ടയം, അതായത് ഈ ചന്ദനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു സീ ലെവലിൽ നിന്ന്, സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 700 മീറ്ററിന് മുകളിലേക്കുള്ള കാലാവസ്ഥയെ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വയനാടും ഒക്കെയാണ്, ഇടുക്കിയും ഒക്കെയാണ്, പത്തനംതിട്ട അങ്ങനെ ഇവിടെ തന്നെയാണ് റബ്ബറിൻ്റെ ഇടയ്ക്ക് നമുക്ക്. പക്ഷെ അങ്ങനെയാണെങ്കിലും റബ്ബറിൻ്റെ ഇടയിൽ ഇതൊരു ഇടപെടൽ കൃഷിയായിട്ട് അങ്ങനെ ഒരു സംഭവം ഇന്ന് വരെ IWST പബ്ലിഷ് ചെയ്തിട്ടില്ല, പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളത് നമുക്കറിയില്ല. ഇതിനകത്ത് കർഷക സംഘം എന്തുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റബ്ബർ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് 7 വർഷം കഴിഞ്ഞിട്ടേ ഹാർവെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഒരു 150 ഡേയ്സ്, 1 ഇയറിൽ ഒരു 150 ദിവസം അത് പാലെടുക്കാൻ പറ്റും, ഹാർവെസ്റ്റിങ് നടക്കും. അപ്പോൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്താൽ 15 വർഷം കൊണ്ട് 1 ഏക്കർ റബ്ബർ കർഷകന് കിട്ടുന്ന എമൗണ്ടിൻ്റെ 10 ഇരട്ടി ആ റബ്ബർ വിട്ടുമാറ്റി സാൻഡ്വുഡ് കട്ടിയാൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ്, അതിനേക്കാൾ പ്രിഫറൻസ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പെപ്പർ പ്ലാന്റേഷൻ ഉണ്ട്. ഞാൻ ഇടുക്കി ജില്ലാ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, 2019 ഇറങ്ങിയത്. അവിടെ എൻ്റെ വൈഫ് ഹൗസ് ഇരട്ടയാറാണ്, അവിടെ പെപ്പർ പ്ലാന്റേഷൻ ഉണ്ട്. ഏലപ്പാറ, അതോടൊപ്പം തന്നെ പൊട്ടങ്കാട്, ബൈസൺ വാലി, ഇവിടെ നമുക്ക് കാർഡമനുണ്ട്. അപ്പോൾ ഈ 2 പ്ലാന്റേഷനും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആദായം ഭൂവിഭവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ചന്ദനത്തിൽ നിന്ന് കിട്ടും. കാരണം 15 വർഷം കൊണ്ട് ഒരു 5 സെൻറ്റ് സ്ഥലത്ത് ഈ ഒരു 20 പ്ലാന്റ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നൊരു 50 സെൻറ്റിമീറ്റർ മുകളിലുള്ള പ്ലാന്റിന് 20 കിലോ ഹാർഡ്വുഡ് ഹാർവെസ്റ്റ് ചെയ്യുന്ന കർഷകർക്ക്, ഇത്ര യോജ്യമല്ലാത്ത ഭൂമിയിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന കർഷകർക്ക് കിട്ടുന്നത്. അത് കർണാടക, ആന്ധ്ര, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. നമുക്കിപ്പം ഈ മുണ്ടക്കയും പെരുവന്താരം പിന്നീട് വരുന്നതൊക്കെ വലിയ വലിയ എസ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത് നമ്മൾ 15 കൊല്ലം കഴിഞ്ഞ് ആദായം കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഈ റബ്ബർ കൃഷിയെ കൂട്ടി ഇപ്പോൾ ഈ ആൾക്കാർ പുറകോട്ട് പോവുക, എന്നാൽ അതിലാണ് കൂടുതൽ ഭൂമികളും നമുക്ക് കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചന്ദ്രനോട് പ്ലാന്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു പഠനം നടത്താൻ നല്ലത് ഞാൻ ചോദിച്ചത്. അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം തുറന്നു പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു കൃഷി ചെയ്യുമ്പോൾ, അതും അഗ്രോ ഫോറസ്ട്രി സെക്ടറിലെ സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ മരങ്ങൾ നടുന്ന കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ മദർലാൻഡിൽ ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇതിനകത്ത്. റബ്ബറിൻ്റെ മദർലാൻഡ് ഇന്ത്യയല്ല, കേരളമല്ല, ഇത് ബ്രസീൽ, ഇന്തോനേഷ്യ, മലേഷ്യയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെക്കാൾ ഗുണനിലവാരമുള്ള കുറഞ്ഞ വിലയ്ക്ക് പുറത്തുനിന്നവർക്ക് MRFനൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലെ മദർലാൻഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ മദർലാൻഡ് ആവുന്ന ട്രീ എന്ന് പറഞ്ഞാൽ സാൻഡൽവുഡ് തന്നെ, പൈതൃകം, ഈസ് അവർ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇത് ലോകത്തെ ഏക ചന്ദനക്കാടുള്ളത് പശ്ചിമഘട്ടത്തിലുള്ളൂ, വേറൊരിടത്തും ഇല്ല ലോകത്തുള്ളത്. അതിനകത്തുള്ളതിൽ നമ്പർ 1 ഇപ്പോൾ സംരക്ഷിക്കുന്നത്. നമുക്കിപ്പോൾ വയനാട് തന്നെയുണ്ട്, ഫോറസ്റ്റിൻ്റെ നടുക്കായിട്ട് കുറച്ച് സ്ഥലങ്ങൾ സാൻഡൽവുഡ് പ്ലാന്റേഷൻ സാൻഡൽവുഡ് ഫോറസ്റ്റ് ഗവൺമെൻറ് സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലും മറയൂരും സംരക്ഷിത ഫോറസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഭൂമി അനുയോജ്യമാണ്. കൃഷിരീതി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ. സ്വാഭാവികമായിട്ട് വളരാൻ വിട്ടാൽ ഇത് 30-40 വർഷം എടുക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് മിനിമം 30 കൊല്ലമെങ്കിലും കൊടുക്കും. അത് റൈറ്റ്. അതായത് അപ്പോൾ അവർ വ്യത്യാസം പറഞ്ഞു. ഇപ്പോൾ ഒരു കൃഷിയായിട്ട് ചെയ്യുമ്പോഴല്ല, സാധാരണ കാട്ടിൽ കുരു വീണ് കിളുത്ത് വരുന്ന ആ ഒരു സാധനമാണ്. ഇപ്പം നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആര് വിളിച്ചു വെച്ചാൽ അവർ പറയും 30 കൊല്ലം. അതിന്റെ കാരണം ഞാൻ ലൈവ് കാണിച്ചുതരാം. ഈ നിൽക്കുന്ന തൈ ഉണ്ടല്ലോ, കണ്ടില്ല, ഈ തൈകളല്ല, ഇതൊരു 1000 തൈ ഒരുമിച്ച് ഒരു ദിവസം നട്ടാ. അപ്പോൾ ഈ തൈക്ക് നമ്മളിപ്പോൾ തുടക്കത്തിൽ ഇതിന് ഈ പൊന്നാങ്കണ്ണി ചീര കൊടുത്തു, അതിനും കൊടുത്തിട്ടുണ്ടായി പൊന്നാങ്കണ്ണി ചീര. അത് കഴിഞ്ഞ് ഇതിന് ഞങ്ങളൊരു ടെമ്പററി ഹോസ്റ്റായിട്ട്, അത് കഴിഞ്ഞിട്ട് ഈ ഇതുണ്ട് തൊമരപ്പേർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് ഇതിനോട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇത് പോയി പിടിച്ചില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഇപ്പോൾ ഇതിന് വെള്ളം എല്ലാം കൊടുക്കുന്നത് ഇതിൻ്റെ വേരുകളിലൂടെ. അപ്പോൾ അത് ഇതിനിതില്ല, അതിനിതുണ്ട്, വ്യത്യാസം കണ്ടു. അത് 13.5 സെൻറ്റിമീറ്റർ വരെ വണ്ണം വെച്ചു. ഇത് എത്ര ഉണ്ടാവും? 1-2 അല്ലേ? അതൊരു
വ്യത്യാസം. അപ്പൊ ഇതാണ് നമ്മൾ സ്വാഭാവികമായിട്ട് വളരുന്ന ഒരു മരത്തിന് 3.5 സെന്റിമീറ്റർ അടുത്തുണ്ടാവും. ഇത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇതിനൊരു പൊന്നാങ്കണിച്ചീരെങ്കിലും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കുരു വീണ് വളരാൻ പറ്റിയ ഒരു പരിചരണം ഒന്നുമില്ല. ഇത് ഇങ്ങനെ പോകുന്നത് ചിലപ്പോൾ 30, 40, 50 ഇത് നമുക്കൊരു 10 വർഷം 15 വർഷം മതി. അതാണ് ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ കർഷകർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും മാഡം അത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. മാഡം ചോദ്യം ചെയ്തു ഇത് വരുന്ന വളമല്ല, അതായത് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സെമി പാരസൈറ്റ് ഉണ്ട്. സെമി പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർദ്ധപരാത സസ്യം. ഇതിന് സ്വന്തമായിട്ട് വെള്ളമുള വലിച്ചെടുക്കാനുള്ള ശേഷി 50% താഴെയാണ്. മറ്റുള്ള ചെടികളെ പോലെ ഇല്ല. നമ്മൾ ഇത്തിക്കണ്ണിയൊക്കെ കണ്ടിട്ടില്ലേ മാവിലൊക്കെ, അതിന് 100% കഴിവില്ല. അപ്പോൾ മരത്തിൻ്റെ തടിയിൽ നിന്ന് വലിച്ചെടുക്കും എന്ന് പറഞ്ഞ പോലെ ഇതിൽ 50% ഒരു പകുതിയോളം വലിച്ചെടുക്കാൻ പറ്റും, അതിൽ കൂടുതൽ പറ്റുന്നില്ല. ഇതിന് പറ്റുന്നപ്പോൾ ഇതിൻ്റെ മറ്റ് ചെടികളുടെ വേരിലൂടെയാണ് ഇതിന് വേണ്ട ആവശ്യമുള്ള വെള്ളം വെള്ളം ന്യൂട്രിയൻസ് ഒക്കെ കംപ്ലീറ്റ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ IWST എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് നടത്തി കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഞങ്ങൾക്കും ഇതിപ്പോൾ ലൈവായിട്ട് ഇപ്പോൾ നട്ടിട്ട് ഇപ്പോൾ 10 മാസമായിട്ടുള്ളൂ. ഈ 10 മാസം കൊണ്ട് ഞങ്ങൾക്ക് ലൈവായിട്ട് ബോധ്യപ്പെട്ട കാര്യം, ഇത് വെറുതെ പറയുന്നതല്ല. ഈ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് റിയാലിറ്റി ആണെന്ന് അതിന് ഏറ്റവും അടുത്ത് കാണുന്ന ഇത്രയും വലിയ ഉദാഹരണം. ഇതിന്റെ ഒന്ന് ഗ്രോത്ത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കേരളത്തിലെ ഇപ്പം നിങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതെ, ഇവിടെ വൈഡായിട്ട് ഇവിടെ ഫാമിംഗ് ഇല്ല, വേറെ അത് ചെയ്തിട്ടില്ലല്ലോ. വേറെ ആരും ചെയ്തിട്ടില്ല. കർണാടകയിലും തമിഴ്നാടും അവിടെ ചെയ്തു. അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം ഈ നമ്മുടെ ഈ ജോഗ്രഫിക്കൽ വെതർ കണ്ടീഷൻസ് പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ടെന്നല്ല, ഏറ്റവും സൂട്ടാണ്. ഫീൽഡ് നല്ല കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ പാരമ്പര്യം. ഒരു ചെടിയിൽ ചാക്കണം. അതുപോലെ നമ്മുടെ ചന്ദനവും